അർഹതയില്ലാത്ത രീതിയിൽ എൻ്റെ ദൈവം നിന്നെ പണിതുയർത്തും. എല്ലാവർക്കും നല്ലൊരു പ്രഭാതവന്ദനം ഞാൻ അറിയിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാൻ ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി, നല്ല ഭാഗ്യത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പകൽക്കാലം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു ചിന്ത നിങ്ങളോട് കൈമാറാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. 1 പത്രോസിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യർ തള്ളിക്കളഞ്ഞതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായി അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശുക്രിസ്തു മുഖാന്തരം ദൈവപ്രസാദത്തിന് ആത്മീയ യാഗം കഴിപ്പത്തക്കവണ്ണം വിശുദ്ധ പുരോഹിതവർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. അതേ പ്രിയരെ, പകൽക്കാലം ദൈവാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്നൊരു ദൂത്, പലരാലും റിജക്റ്റ് ചെയ്യപ്പെട്ട ചിലരെ എൻ്റെ ദൈവം ദൈവഗ്രഹത്തിൻ്റെ പണിക്ക് വേണ്ടി സെലക്ട് ചെയ്യുകയാണ്. എത്ര പേർക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ഈ സന്ദേശം കേൾക്കുമ്പോൾ ചേർത്ത് പിടിക്കേണ്ടവർ ചേർത്ത് പിടിക്കാതെ എവിടെയൊക്കെ പരിഗണിക്കപ്പെടുമെന്നും അവരെപ്പോഴും എൻ്റെ കൂടെ കാണുമെന്നും എൻ്റെ ജീവിതം ഒരിക്കലും ഉടയാൻ സാധ്യതയില്ല, ഏതെങ്കിലും പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ ഇവരെങ്കിലും എന്നെ ചേർത്ത് പിടിക്കുമെന്ന് നീ കരുതി നീ ആഗ്രഹിച്ച് ചേർത്ത് പിടിച്ച ചില വ്യക്തികൾ നിന്നെ തള്ളിക്കളയുന്നുണ്ടെങ്കിൽ, ഈ പ്രഭാതത്തിൽ ഞാനൊരു കാര്യം പറയാം. വിശ്വസിക്ക്, ചിലരവഗണിച്ചത് എൻ്റെ ദൈവം പരിഗണിക്കാനാണ്. ചിലർ തള്ളിക്കളഞ്ഞത് എൻ്റെ ദൈവം ചേർത്ത് നിർത്താനാണ്. ചിലർ മാറ്റി നിർത്തിയത് എൻ്റെ ദൈവം നിന്നെ കൂടെ നിർത്താനാണ്. ചിലർ തകർക്കാൻ ശ്രമിച്ചത് എൻ്റെ ദൈവം നിന്നെ ഉയർത്താൻ വേണ്ടിയാണ്. മനുഷ്യർ നിന്നെ എങ്ങനെ ട്രീറ്റ് ചെയ്തെന്ന് നീ നോക്കരുത്. ഇതെല്ലാം ഒന്നിൻ്റെ അടയാളമാണ്. ദൈവിക സെലക്ഷൻ, ദൈവിക സാന്നിധ്യം നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നതിൻ്റെ അടയാളമാണ്. എത്ര പേർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിൽ നിന്ന്, ജീവിതാനുഭവത്തിൽ നിന്ന്, വചനത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്. മനുഷ്യൻ നമ്മെ റിജക്റ്റ് ചെയ്യുമ്പോഴാണ് പ്രിയരെ ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നത്. ഉടയപ്പെടുമ്പോഴാണ് ദൈവം നമ്മെ തിരഞ്ഞെടുക്കുന്നത്. ബൈബിളിലൊരു പദമുണ്ട്, ചോസൻ വെസൽ, തിരഞ്ഞെടുക്കപ്പെട്ട പാത്രം. ആ പാത്രത്തിൻ്റെ പ്രത്യേകത അത് ഇന്നലകളിൽ ഉടഞ്ഞു എന്നതാണ്. ദൈവം തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്തെന്ന് ചോദിച്ചാൽ സൗന്ദര്യമല്ല. ദൈവം തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബപ്പേരോ കുലമഹിമയോ വിദ്യാഭ്യാസമോ നിറമോ ആരോഗ്യമോ സൗന്ദര്യമോ ഒന്നുമല്ല. ദൈവം തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം ഇന്നലകളിൽ ഉടഞ്ഞവനാണോ, ഉടഞ്ഞവരെയാണ് എൻ്റെ ദൈവം തിരഞ്ഞെടുക്കുന്നത്. ഈ വേദപുസ്തകത്തിനകത്ത് പഠിച്ചു കഴിഞ്ഞാൽ എത്ര ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ദൈവമനുഷ്യന്മാരായാലും അവരെല്ലാം ഇന്നലകളിൽ ഉടഞ്ഞവരായിരുന്നു. ഇന്നലകളിൽ ഏതൊക്കെ ഞെരുക്കങ്ങൾ അനുഭവിച്ചവരായിരുന്നു. ആർക്കുമില്ലാത്ത അവഗണന അവരുടെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടവരായിരുന്നു. അരിമനാഥൻ ഈ ഭൂമിയിൽ
3.5 വർഷം ശുശ്രൂഷ ചെയ്തപ്പോൾ യേശു ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തത് തള്ളപ്പെട്ടവരെ, മാറ്റി നിർത്തപ്പെട്ടവരെ, ആരും പരിഗണിക്കാത്തവരെ, ജീവിതത്തിൻ്റെ എവിടെയൊക്കെ ആരുമില്ലാത്ത ഏകാന്തത അനുഭവിക്കുന്ന വ്യക്തികളെ ഫോക്കസ് ചെയ്താണ് ദൈവത്തിൻ്റെ ചലനങ്ങൾ സംഭവിച്ചതെങ്കിൽ ഈ പ്രഭാതത്തിൽ ദൈവാത്മാവിൽ ഒരു ദൂത് കൈമാറാം. യു ആർ എ സ്പെഷ്യൽ പേഴ്സൺ. ലോകം നിന്നെ പരിഗണിച്ചില്ലേലും ദൈവത്തിന് നീ ഏറ്റവും പ്രിയമാണ്. നീ ഏറ്റവും പ്രിയമാണ്. ആ നിന്നെ എൻ്റെ ദൈവം മാന്യവും ശ്രേഷ്ഠവുമായ മൂലക്കല്ലാക്കി മാറ്റും. ഇവിടെ പത്രോസ് പറയുന്നൊരു പദമുണ്ട്, മനുഷ്യർ തള്ളിക്കളഞ്ഞതിനെ ദൈവം മൂലക്കല്ലാക്കിയല്ലോ. ദൈവം അതിനൊരു കോർണർ സ്റ്റോണാക്കി മാറ്റി. ഒരു ബിൽഡിങ്ങിൻ്റെ ഏറ്റവും അടിസ്ഥാനം എന്ന് പറയുന്നത് ആദ്യം ഇടുന്ന കല്ലാണ് മൂലക്കല്ല്. കോർണർ സ്റ്റോൺ, അടിസ്ഥാനത്തിൻ്റെ ആദ്യത്തെ കല്ലുകൾ. ഈ പകൽക്കാലം ഞാൻ ആത്മാവിൽ പറയാം, നീ വേദനിച്ചത്, നീ ഉടഞ്ഞത്, ദൈവരാജ്യത്തിന് വേണ്ടി ഏതോ പട്ടണങ്ങളിൽ, ഏതോ ദേശങ്ങളിൽ, ഏതോ രാജ്യങ്ങൾക്കപ്പുറം അർഹതയില്ലാത്ത ഏതൊക്കെ മേഖലകൾക്കകത്ത് ദൈവരാജ്യത്തെ പണിയാൻ എൻ്റെ ദൈവത്തിന് നിന്നൊരു മൂലക്കല്ലാക്കി മാറ്റാൻ പദ്ധതിയുണ്ട്. ഒരു കാലഘട്ടത്തെ മുഴുവനും ഇൻഫ്ലുവൻസ് ചെയ്യാൻ ദൈവത്തിന് നിന്നെ ഉപയോഗിക്കാൻ പദ്ധതിയുണ്ട്. പ്രിയരെ, നമുക്കെല്ലാവർക്കും അറിയാം, യോസേഫിന്റെ ആരംഭം ചെറുതായിരുന്നു. മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം സഹോദരങ്ങൾ യോസേഫിനെ തള്ളിക്കളഞ്ഞു. യോസേഫിന് സഹോദരങ്ങൾ സമ്മാനിച്ചത് വസ്ത്രമല്ല, യോസേഫിന് സഹോദരങ്ങൾ സമ്മാനിച്ചത് ആഹാരമല്ല, യോസേഫിന് സഹോദരന്മാർ സമ്മാനിച്ചത് പൊട്ടക്കിണറാണ്. അപ്പൻ കൊടുത്ത വസ്ത്രം പോലെ യോസേഫിന്റെ ശരീരത്തിനകത്തുനിന്ന് വലിച്ചൂരിയെടുത്ത് കാട്ടുമൃഗത്തെ അറുത്ത് രക്തം പുരട്ടി അപ്പന്റെ അടുക്കൽ കള്ളത്തെളിവുമായി യോസേഫിന്റെ വസ്ത്രവും അങ്കിയുമായി, യോസേഫിന്റെ അങ്കിയുമായി യാക്കോബിന്റെ അടുക്കൽ ഓരോരുത്തർ വന്ന് തെളിവ് നിരത്തി അവന്റെ മരണവാർത്ത പറയുമ്പോഴും ഈ പകൽക്കാലം ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. മനുഷ്യർ തള്ളി ഒതുക്കി, ഇനി ഇവനൊരു ഭാവിയില്ല, ഇവൾക്കൊരു ജീവിതമില്ലെന്ന് ഒതുക്കി എവിടെയെങ്കിലും ഏതെങ്കിലും കോണിൽ ഒതുക്കിയിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും പദ്ധതികൾ നിനക്കെതിരെ ഒരുക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. മനുഷ്യൻ തള്ളിയ നിന്നെ എൻ്റെ ദൈവം ചേർക്ക മാത്രമല്ല, ദൈവരാജ്യത്തെ പണിയാ എൻ്റെ ദൈവം നിന്നെ ഒരു കോർണർ സ്റ്റോൺ ആക്കി മാറ്റും. പ്രിയരെ, യോസേഫ് മരിച്ചെന്ന യാക്കോബിന്റെ ചിന്ത, സഹോദരങ്ങൾ തള്ളി, വസ്ത്രം വലിച്ചു കീറി, മിദ്യാനിയർക്ക് 20 വെള്ളിക്കാശിന് കൊടുത്തു. സ്വന്തം സഹോദരങ്ങൾ കൂടപ്പറപ്പിനെ വിറ്റത് 20 വെള്ളിക്കാശിന്. മിദ്യാനിയരുടെ മുൻപിൽ മിദ്യാനിയ കച്ചവടക്കാർ അടിമച്ചന്തയിൽ കൊണ്ടു നിർത്തി, വിവസ്ത്രനാക്കി യോസേഫിനെ നിർത്തി. അവിടെയും യോസേഫ് പതറിയില്ല. പ്രിയരെ, വചനം ഇങ്ങനെ പറയുന്നു, യോസേഫിനൊരു ഉറപ്പുണ്ടായിരുന്നു, എന്നെ മനുഷ്യർ തള്ളിയത് എൻ്റെ കർത്താവ് എന്നെ ചേർത്ത് നിർത്താനാണ്. ലോകം തള്ളിയത് എൻ്റെ ദൈവത്തിന് എന്നെ അധികമായി ചേർത്ത് നിർത്താനാണ്. ഈറനണിഞ്ഞ കണ്ണുമായി ഏതൊക്കെ ദേശത്തിരുന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ഇന്ന് ഈ പ്രഭാതത്തിൽ പറയാൻ കഴിയുമോ, മനുഷ്യൻ തള്ളിയത് ദൈവാസനെ എൻ്റെ ദൈവം എന്നെ ചേർത്ത് നിർത്താൻ. ആ യോസേഫിൻ്റെ മുൻപിൽ
വാതിലുകളെല്ലാം അടഞ്ഞു. അവസാനം കാരാഗ്രഹത്തിനകത്ത് നീണ്ട 7 വർഷം. പക്ഷെ ഒരു ഉറപ്പ് ഞാൻ പറയാം, മനുഷ്യനാൽ അവഗണിക്കപ്പെട്ട നിന്നെ എൻ്റെ ദൈവം പരിഗണിക്കുന്നൊരു ദിവസമുണ്ട്. ആരെല്ലാം പദ്ധതി ഒരുക്കിയാലും, ആരെല്ലാം തീർന്നെന്ന് വിധി എഴുതിയാലും നിന്നെ പരിഗണിക്കുന്നൊരു ദിവസമുണ്ട്. നിനക്ക് വേണ്ടി വഴികളും വാതിലുകളും തുറക്കുന്നൊരു ദിവസമാണ്. നിനക്ക് ചിന്തിക്കാൻ കഴിയാത്ത രീതിയിൽ ദൈവത്തിൻ്റെ ചലനങ്ങൾ നിന്നിൽ വെളിപ്പെടുത്തുന്ന ഒരു ദിവസമുണ്ട്. ഞാൻ കൊതിക്കുന്നു എൻ്റെ ദൈവം ഈ പകൽക്കാല ചിലരെ പരിഗണിക്കുന്ന ദിവസമായി മാറി. ഉടഞ്ഞുപോയ, തീർന്നുപോയ, ഈ ഒരു ഭാവിയില്ലെന്ന് പറയുന്ന, എന്നെ എല്ലാവരും തള്ളി ദൈവദാസനെ എന്ന് പറഞ്ഞ നിന്നെ ഒരു മൂലക്കല്ലാക്കി മാറ്റുന്ന, നിന്റെ ജീവിതത്തെ അനുഗ്രഹമാക്കി മാറ്റുന്ന, ദൈവരാജ്യത്തിന് ഒഴിച്ചുകൂടാൻ കഴിയാത്തൊരു വ്യക്തിയാക്കി പണിത് പുറത്തെടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ സീസൺ നിന്നിൽ വെളിപ്പെടും. ഞാൻ അങ്ങനെ കൊതിക്കുക. ചിലരെ നോക്കി ആത്മാവിൽ ഞാൻ ആ വചനം റിലീസ് ചെയ്യുക. അസാധാരണമായ ഫേവർ നിന്റെ ജീവിതത്തിനകത്ത് വരും. സ്വർഗമേ, ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു വാക്കെൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാമോ? ഷാബാറാധുരിക്കാമ. ഞാൻ ഈ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ കൂടെ ഈ നിമിഷം പ്രാർത്ഥിക്കുന്നവിടെ ദൈവത്തിൻ്റെ പരിഗണന വെളിപ്പെടട്ടെ. കാരാഗ്രഹത്തിൽ കിടന്ന യോസേഫിൻ്റെ മേൽ രാജകീയ വസ്ത്രം വെളിപ്പെട്ടതുപോലെ, മനുഷ്യർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലാക്കി മാറ്റിയതുപോലെ, ഈ പകൽ മനുഷ്യർ തള്ളിക്കളഞ്ഞ ഇവരുടെ ജീവിതം എൻ്റെ ദൈവം അർഹതയില്ലാത്ത രീതിയിൽ ഉയർത്തുന്ന ദൈവിക പരിഗണനകൾ വെളിപ്പെടണം. എൻ്റെ കൂടെ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്നവിടമേ ദൈവത്തിൻ്റെ കരം ചലിക്കണമേ. ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടും. സ്വർഗത്തിൻ്റെ കരം ചലിക്കും. ദി നെയിം ഓഫ് ജീസസ് ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. ഗോഡ് ബ്ലസ് യു. അതേ പ്രിയരെ, വിശ്വസിക്ക്, മനുഷ്യൻ തള്ളിക്കളഞ്ഞത് ദൈവത്തിന് നിന്നെ മൂലക്കല്ലാക്കാൻ വേണ്ടിയാണ്. ഇപ്പം കൽക്കാലം വിശ്വസിക്കാമോ? ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? മനുഷ്യൻ തള്ളിയ നിന്നെ ദൈവം പരിഗണിക്കും. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിനോട് പറയാമോ? ഹോളി സ്പിരിറ്റ് ലീഡ് മീ ടുഡേ. ഈ പ്രഭാതം പരിശുദ്ധാത്മാവേ എന്നെ ഒന്ന് നയിക്കണമേ. അങ്ങനെ നയിച്ചാൽ മനുഷ്യൻ തള്ളിയെടുത്ത ദൈവം നിന്നെ പരിഗണിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.